ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയോട് തൻ്റെ മനസ്സ് തുറന്ന് അഭി സംസാരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കിനി എൻ്റേതെന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. അവരെത്ര കാണാമറയത്താണെങ്കിലും അച്ഛൻ്റെ കൈ അവിടെ എപ്പോഴും എത്തും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാം. അമ്മയെ അച്ഛൻ ഒരിക്കലും ചതിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം പറഞ്ഞു കൊടുക്കുക. അച്ഛൻ എവിടെയെങ്കിലും തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടക്കേടുകൾ മനസ്സിലാക്കി മാത്രമാണെന്ന കാര്യങ്ങളും അഭി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക പ്രഭാവതി. അമ്മ മൂന്നാറിലെ തോട്ടം തിരികെ എഴുതാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അത് ചെയ്തു. അമ്മ സ്വത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അതും ചെയ്തു. വിൽപത്രം അച്ഛൻ എഴുതിയില്ലേന്ന് ചോദിച്ചു. പ്രഭാവതിക്ക് ഇതിനൊന്നും പറയാൻ മറുപടികളില്ല. അച്ഛൻ കീഴടങ്ങിയത് അമ്മയുടെ മുന്നിൽ മാത്രമാണെന്ന കാര്യവും പറഞ്ഞ് പിന്നെ അമ്മയോടുള്ള സ്നേഹത്തിന് മുന്നിലാണെന്നും പറഞ്ഞ് അഭി കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. അച്ഛനെ പറ്റി ഇനിയും അമ്മ അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപർണ ഈ വീട്ടിൽ വന്നത് മുതൽ ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അച്ഛൻ മരിക്കുന്ന അന്ന് രാത്രി എന്നോട് വെളിപ്പെടുത്തിയത് വരെ അമ്മ അറിയാനുണ്ട് എന്ന് അഭി പറയുക. എനിക്ക് എൻ്റെ അച്ഛനൊരു അവതാര പുരുഷൻ തന്നെയായിരുന്നു. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ അച്ഛൻ്റെ സ്വാർത്ഥതയൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നും നമ്മുടെ അഭി പറയുക കേട്ടോ. ഈ വീട് ഒരിക്കലും വീണുടഞ്ഞു പോകരുത് എന്നുള്ളൊരാഗ്രഹം മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ എന്ന കാര്യങ്ങളും പ്രഭാവതിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എനിക്കതിന് കഴിയുമെന്നുള്ളൊരു തോന്നൽ അച്ഛനുണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ പേരിൽ വീട് എഴുതി വെച്ചത്. പക്ഷേ എനിക്കതൊരു ഭാരമായി പോയമ്മേ. എന്നെ അത് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അഭി പറയൂ അമ്മയോട്. ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുക പ്രഭാവതി. അപ്പോൾ അമ്മയുടെ പേരിൽ ഞാൻ ഈ വീട് എഴുതി തരാമെന്നും പക്ഷേ അതിന് കുറച്ച് സമയം കൂടി അമ്മ എനിക്ക് തരണമെന്നും അഭി പ്രഭാവതിയോട് പറയുവാണ്. ജാനകിയുടെ അമ്മയെ കണ്ടെത്തി എനിക്ക് ഈ വീട്ടിലൊന്ന് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നും അവൾ അനാഥയെന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ അവരെ കൊണ്ടൊന്ന് നിർത്തുന്ന ഒരു മുഹൂർത്തം മാത്രം മതി അമ്മ, എനിക്ക് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്നും അഭി പറയുക. അത് ഈ വീട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. അച്ഛൻ്റെ ആത്മാവിനെ സാക്ഷി നിർത്തി തന്നെ എനിക്കത് ചെയ്യുകയും വേണമെന്നൊക്കെ അഭി പറഞ്ഞു. എൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയാകും അതെന്നൊക്കെ പറയുന്ന അഭിയുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെ ഇരിക്കുക അന്തം വെട്ടി പ്രഭാവതി. പിന്നെ അളകാപുരിയുടെ മേലിൽ ഒരു ശത്രുവിൻ്റെയും കരിനിഴൽ വീഴുകയുമില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഞാൻ ഈ വീട് എഴുതി തരാമെന്നും അഭി ഇങ്ങനെ പറയുക. അതും പറഞ്ഞ് അഭി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക കേട്ടോ. പ്രഭാവതി അവിടെ നിന്ന് വിങ്ങി പൊട്ടി കരഞ്ഞിങ്ങനെ ഇരിക്കുക. പിന്നെ കാണിക്കുന്നത് തമ്പിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് കയ്യൊക്കെ ഇട്ട് ഇടിച്ചിടിച്ചിങ്ങ് നടക്കുക. അപ്പോഴേക്കും മകൾ ഓടി കതച്ച് കയറി വന്നു. അച്ഛന് പറയാനൊന്നുമില്ലേ? പിന്നെ ഞാനതിൻ്റെ ഇവിടെ നിൽക്കുന്നത് ഞാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് മകൾ ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ എടി പോകാതെ അവിടെ നിൽക്കടി, നിന്റെ അമ്മ പറയുന്ന ഓരോന്ന് കേട്ട് നീ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് തമ്പി ചോദിച്ചു മകളോട്. കമ്പനി സംബന്ധമായ പല പ്രശ്നങ്ങളും എനിക്കുണ്ട്, നീ ഓഫീസിലേക്ക് വാ, അപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയൊന്നും വരത്തില്ല. രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല എന്ന് ഭാര്യ പറയുമ്പം അതെടി എൻ്റെ ദേഹത്ത് സൂര്യനാരായണൻ്റെ ബാധ കയറിയിരിക്കുക, അങ്ങനെയല്ല നീ ഇവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എൻ്റെ ബാധ ഒഴിപ്പിക്കാൻ നീ മന്ത്രവാദി കൊണ്ടുപാടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെയാണ് പോക്കെങ്കിലേ മുക്കൂണ് തിരുമേനിയെ തന്നെ കൊണ്ടുവരേണ്ടി വരുമെന്ന് പറഞ്ഞു ഭാര്യ. അയ്യോ, ഇതിനൊക്കെ കൈ കൊണ്ടല്ലാണ്ട് ഞാൻ എങ്ങനെയാടി മോളെ മറുപടി പറയേണ്ടതെന്ന് തമ്പി ചോദിക്കുന്നു. നീ ഇവള് പറയുന്നത് കേട്ടങ്ങ് വിശ്വസിച്ചല്ലേ എന്ന് ചോദിക്കുമ്പം അപർണയ്ക്ക് ഇപ്പോൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനാണ്. അല്ല, ഈ വിശ്വനാരാച്ച മകള് ചോദിച്ചപ്പോഴത്തേക്കും തമ്പിയുടെ ഗ്യാസ് മൊത്തത്തിൽ അങ്ങ് പോയി. തമ്പി ഇങ്ങനെ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുക. മകളുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ അച്ഛൻ്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ മിന്നി മറിഞ്ഞ് ഇങ്ങനെ വരും. അപ്പം മകള് ചോദിച്ചു, അച്ഛനൊന്നും ഞെട്ടിയല്ലോ എന്ന്. വിശ്വനോ? ഏത് വിശ്വൻ? എനിക്കാരും അറിയത്തില്ല എന്ന് പറഞ്ഞു തമ്പി. അപ്പം അതാരാടി മോളെ, നിന്നോടാരാ അങ്ങനെ പറ്റിയൊക്കെ പറഞ്ഞേ? ഇന്നലെ രാത്രി നമ്മൾ ഫോണിൽ സംസാരിച്ചത് അഭി കേട്ടു. സൂര്യനാരായണന്റെ പ്രേതമല്ല, വിശ്വന്റെ പ്രേതമാണ് നിന്റെ അച്ഛൻ്റെ ദേഹത്ത് കൂടിയിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞിട്ട് അഭി അങ്ങ് പോയി എന്നും പറഞ്ഞ് ആ പറഞ്ഞ കാര്യങ്ങൾ പറയാം. തമ്പി ഇങ്ങനെ നോക്കി നിൽക്കുക. അഭി അത് പറയണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഈ പറയുന്ന വിശ്വനെ നന്നായിട്ട് അറിയണമല്ലോ എന്ന് അപർണ. എടി മോളെ, ഞാൻ ഇപ്പോഴേ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് അങ്ങനെ ഒരുത്തനെ ഒന്നും അറിയാൻ പാടില്ലടീവേ. അപ്പം നിനക്ക് എന്നെയല്ല അഭിയാണ് കൂടുതൽ വിശ്വാസമല്ലേ എന്ന് തമ്പി മകളോട് ചോദിക്കുമ്പം ഇനി അച്ഛൻ കൊന്നുകളഞ്ഞ ആരെങ്കിലും ആണോ ഈ വിശ്വൻ എന്നീ അപർണ ചോദിക്കുക.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറച്ചു വെക്കാതെ അച്ഛനത് പറയാനായിട്ട് അപർണ അച്ഛനോട് പറയുന്നു. അപ്പോൾ എൻ്റെ ദൈവമേ, ഇയാൾ കൊന്നു തള്ളി ആരോ തന്നെയാ, എല്ലാം തീർന്നടി മോളെ എന്ന് പറഞ്ഞ അമ്മ. ശത്രുവിൻ്റെ കയ്യിലായി ഈ മനുഷ്യൻ്റെ നാശത്തിനുള്ള ആയുധം കിട്ടിയിരിക്കുന്നത്. അബി ഇങ്ങനെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, വയസ്സാം കാലത്ത് ഈ മനുഷ്യന് വീണ്ടും ജയിലിൽ കിടക്കാനാണല്ലോ യോഗം. ചെന്ന് അബിയുടെ കാല് പിടിക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഭാര്യ പറയുമ്പോഴത്തേക്ക് അടിക്കാൻ വേണ്ടി കൈ ഒങ്ങുമോ തമ്പി. പിന്നെ ആ കൈ അങ്ങ് പുറകോട്ട് വലിച്ചു. തമ്പി ജയിലിൽ പോകുന്നുണ്ടെങ്കിലേ എന്നെ കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന സകല എണ്ണത്തിനെയും തീർത്തട്ടെ തമ്പി പോവത്തുള്ളൂ എന്നും പറഞ്ഞു. തമ്പി ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ വലിയ ഇതാവുക. നീ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തമ്പി അങ്ങ് പോയി. പിന്നെ അമ്മയും മോളും കൂടി എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നുണ്ട് മോളെ, അങ്ങേർക്കറിയാം ഈ പറയുന്ന ആളെയെന്നും ഭാര്യ മകളോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആരെയും വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്ത് തന്നെയാണെങ്കിലും കണ്ടെത്തും. പിന്നെ അബി കിട്ടിയ ചാൻസിനായി എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അമ്മ ഇനി ഇതും പറഞ്ഞ് അച്ഛൻ്റെ പിന്നാലെ പോകരുത്. അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചോളാവെന്നും പറഞ്ഞ് അപർണ അവിടെ നിന്ന് അങ്ങ് പോയി. ആ പുള്ളിക്കാരി പാവം അങ്ങനെ ആലോചനയായിട്ട് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കാൻ നമ്മുടെ പൊന്നുകുട്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. പൊന്നുകുട്ടി എന്നും പറഞ്ഞ് വിളിച്ച്, പൊന്നു എന്താ ഇവിടെ വന്ന് നിൽക്കണേ എന്ന് ചോദിച്ചു. പൊന്നു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. അപ്പം മോള് കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മയെ കാണാൻ തോന്നുമോ ചെറിയമ്മേ? അപ്പോൾ അതെ, പൊന്നുവിനെല്ലാം അറിയാവുന്നതല്ലേ, അമ്മാമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കല്ലേ, അപ്പോൾ പിന്നെ കൂടെ പൊന്നുവിൻ്റെ അമ്മ ഇല്ലാണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക. പിന്നെ അമ്മാമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മയെ കാണാൻ മാത്രമല്ല പൊന്നുവിന് അമ്മാമ്മയും കാണാൻ തോന്നുകയാണെന്ന കാര്യം പറഞ്ഞു. ചെറിയമ്മ പൊന്നുവിൻ്റെ അമ്മാമ്മയെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഫോട്ടോയിൽ കണ്ടിട്ടല്ലേ ഉള്ളൂ ഞാൻ. എനിക്കും പൊന്നുവിൻ്റെ അമ്മാമ്മയെ കാണാനേ വലിയ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നിരഞ്ജന പറയുമ്പോൾ ചെറിയമ്മ അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു പൊന്നു. ചെറിയമ്മയ്ക്കും പൊന്നുവിനുവേ അമ്മാമ്മയെ പോയി കാണാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഒരിക്കലും അഭിയേട്ടനോട് ചോദിച്ചതാ പൊന്നു, സമയമാവട്ടെ എന്ന് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞത്. ചെറിയമ്മ വാ, നമുക്കേ അച്ഛനോടൊന്ന് പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അഭി വന്നു. എന്ത് സമ്മതം അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൊന്നുവിന് വേണ്ടതെന്നും ചോദിച്ച. അച്ഛാ, ഞാനും ചെറിയമ്മയും അമ്മാമ്മയെ കാണാനൊന്ന് പൊയ്ക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അബി ഇങ്ങനെ നോക്കുവാണ് നിരഞ്ജനെ. ഞാൻ ചോദിച്ചപ്പോൾ സമയമാവട്ടെ എന്ന് അബിയേട്ടൻ പറഞ്ഞതെന്നാട്ടോ പറഞ്ഞത്. പൊന്നുവിന് അമ്മയെ കാണാൻ മാത്രമല്ല പൊന്നുവിൻ്റെ അമ്മാമ്മയുടെ അവസ്ഥ കൂടി കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം നിരഞ്ജന പൊന്നുവിനെയും കൂട്ടി പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ താങ്ക് യു അച്ഛാ എന്ന് പൊന്നുകുട്ടി. നിരഞ്ജനെ, വീട്ടിലേക്ക് പോകുമ്പോൾ പൊന്നുവിനെയും കൂടെ കൂട്ടി പോകുന്നു എന്ന് മാത്രം ഇവിടെ ഉള്ളവർ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരി അബിയേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞോളാം, പോകുന്നതും വരുന്നതും ഒക്കെ സൂക്ഷിച്ച് തന്നെ ആകുമെന്ന് പറഞ്ഞു നിരഞ്ജന. പോകുന്ന വഴി ജാനകിയെ വിളിച്ചാൽ മതി, അവൾ ലൊക്കേഷൻ ഇട്ട് തന്നോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ പൊന്നു നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോയി. അവ ഇങ്ങനെ അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ഈ നമ്മുടെ തമ്പി ഓടിച്ചെന്ന് സക്കീർ ഹുസൈൻ വക്കീലിൻ്റെ കുത്തിന് കയറി പിടിക്കുക. എൻ്റെ മകനെന്നുള്ള പേരും പറഞ്ഞ് ഒരുത്തം വന്ന് നിന്നാൽ ഞാനത് വിശ്വസിക്കുന്നതാണോ, അല്ലെങ്കിൽ ഈ തമ്പി കാലുവഴി മുള്ളൂന്ന് നീ വിചാരിച്ചോടാ എന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കുമ്പോൾ തമ്പി കൈവിടാൻ പറഞ്ഞു. പിടിവിട് തമ്പി എന്ന് പറഞ്ഞുകൊണ്ട് സക്കീർ ഭായി പറയാം, ഇത് നിങ്ങളും നിങ്ങളുടെ മോനും തമ്മിലുള്ള കളിയാ, അതിൽ എനിക്ക് അഭിക്കും പങ്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൈ പിടിച്ച് ഒരൊറ്റ മാറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മോനുണ്ടെങ്കിൽ നീയൊക്കെ അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുപോടാ, അപ്പോൾ എൻ്റെ വെല്ലുവിളി നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോടാ എന്ന് തമ്പി ചോദിക്കുമ്പം അവനെ നിങ്ങളെക്കാളും ഫ്രോഡാ തമ്പി, തമ്പിയുടെ ചോര തന്നെയാ അവൻ്റേതും. അവനോട് ഞങ്ങൾ പറഞ്ഞതാ തമ്പിയുടെ മോനാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ചെല്ലാനായിട്ട്. അതിനെ അവൻ പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അവൻ്റെ കുഴി അവൻ തന്നെ വെട്ടേണ്ട കാര്യമുണ്ടോ എന്നാ ചോദിച്ചതെന്ന് പറയുമ്പോൾ തമ്പി ഇങ്ങനെ നോക്കുക. കൊച്ചി കായലിലെ മീനുകൾക്ക് തീറ്റയാവാൻ അവന് താല്പര്യമില്ലെന്ന് അവൻ പറഞ്ഞെന്ന് പറയുമ്പോൾ തമ്പി ഇങ്ങനെ ആലോചിക്കാം. മുംബൈയിലെ ഏതോ ചേരിയിലെ ദാതേ അവൻ. അപ്പം എൻ്റെ മുന്നിൽ വരാതെ അവൻ പിന്നെ എന്ത് ചെയ്യുമെന്നാടോ എന്ന് ചോദിക്കുമ്പം നിങ്ങളറിയാതെ അവൻ നിങ്ങളുടെ പാദത്തിനടിയിലെ മണ്ണ് മാന്തില്ലെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ സക്കീർ ഭായി ഇവനോട് ചോദിച്ചു. തമ്പി പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അബിക്ക് നിങ്ങളെ തകർത്ത് കിട്ടിയ ഒരു ആയുധമാണവൻ. പക്ഷേ അവൻ പിടികൊടുക്കാതെ സമർത്ഥമായി വഴുതി മാറുകയായിരുന്നു. അവനെ മുന്നിൽ നിർത്തി അല്ലാതെ അബിക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നും തമ്പി ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നതേ അതുകൊണ്ട് മാത്രമാണെന്ന് പറയുമ്പം ആരാ അവന് ഷെൽട്ടർ കൊടുത്തതെന്ന് എനിക്കറിയില്ലെന്ന് ചോദിക്കുമ്പം അവനെ സംരക്ഷിക്കാൻ ഇവിടെ ആളുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുമാത്രമല്ല, കുറച്ചു മുന്നേ ആ ചെക്കൻ ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യങ്ങളും സക്കീർ ഭായി പറഞ്ഞു. അന്ന് നിങ്ങൾ ഇരുട്ടത്ത് തല്ലിയതും അവനും ടീമും ആകാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ നിർത്തടോ, ഇനി അതേപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടി പോകരുതെന്ന് തമ്പി പറഞ്ഞു.
ഇനി ഞാൻ പറയാൻ പോകുന്നതേ എൻ്റെ വക്കീൽ ബുദ്ധിയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണെന്ന് സക്കീർ ഭായ് തമ്പിയോട് പറയാം. അവൻ നിങ്ങളുടെ മുന്നിൽ തനിച്ചല്ല വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിലോ അവനെന്താ അത്രയ്ക്ക് മണ്ടനാണോ? അച്ഛനെന്നും പറഞ്ഞ് നിങ്ങളെ കാണാൻ വരാനായിട്ട്? ഇത് അവൻ്റെ ഒരു ട്രെയിലർ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ ഒന്ന് പിടിച്ചുലയ്ക്കാനുള്ള വരവാ. ഇനിയുള്ള അവൻ്റെ വരവേ അമ്മയെയും കൊണ്ടാവാനാണ് സാധ്യതയെന്ന് പറയുമ്പോൾ തമ്പി തകർന്നു. തമ്പി ഇങ്ങനെ നിൽക്കുവാണ് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ. ആ സ്ത്രീയുടെ മുന്നിൽ തമ്പിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അഭിക്ക് പിടികൊടുക്കാതെ നിങ്ങൾ ബന്ധുക്കളല്ലേ എന്നും പറഞ്ഞ് ചിരിച്ചങ്ങ് ഒഴിഞ്ഞു മാറണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് അവൻ്റെ മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് സക്കീർ ഭായ് പറയാം. തമ്പി പിന്നെ അങ്ങ് കിടന്ന് ഉരുകാൻ തുടങ്ങി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവനെ ശരിക്കും വട്ട് കറക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സക്കീർ ഭായ്. അവൻ്റെ ഓരോ ചലനങ്ങളും കണ്ട് മനസ്സിൽ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് സക്കീർ ഭായിയെ. ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു തുക അവൻ നിങ്ങളോട് ചോദിക്കും. അവൻ്റെ അമ്മയുടെ ജീവിതത്തിന് അവനിടുന്ന കോമ്പൻസേഷൻ ആയിരിക്കും അതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഇനി അങ്ങോട്ട് തമ്പിയുടെ കട്ടപ്പോകയാണെന്നൊക്കെ പറഞ്ഞു. തമ്പി എന്നെ വിട്ട് കളഞ്ഞേക്ക് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സക്കീർ ഭായ് അവിടെ നിന്ന് അങ്ങ് പോയി. ചിരിച്ചുകൊണ്ട് പോയ സക്കീർ ഭായ് തിരിഞ്ഞ് തമ്പിയെ നോക്കി ചിരിച്ചു. താൻ അനുഭവിക്കടോ, അനുഭവിക്കുകയല്ലാതെ വേറൊരു വഴി ഇതിനകത്ത് ഇല്ല തമ്പി എന്നും പറഞ്ഞ് നമ്മുടെ സക്കീർ ഭായ് അങ്ങ് പോയി. തമ്പി ഇങ്ങനെ ഉണ്ടക്കണ്ണം വിളിച്ച് നോക്കി നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഡോക്ടറും അതായത് നമ്മുടെ രാധാമണിയെ ചികിത്സിക്കുന്ന ഡോക്ടറും നമ്മുടെ ജാനകി അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയോ റിസൾട്ടുകളും കാര്യങ്ങളിലൊക്കെ അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും കാണുന്നതായിട്ട് പറയുന്നില്ല. മനസ്സിലേറ്റ ആ ഒരു വലിയ ഷോക്ക് തന്നെയാണ് അമ്മ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ജാനകിയോട് ഡോക്ടർ പറയാം. ഇതിനിടയിൽ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കുറച്ചു കാലം ചികിത്സയിൽ ഇരുന്നിരിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളും കാണുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഡോക്ടർ. അവിടെ നിന്നായിരിക്കണം അമ്മ ശരണാലയത്തിലേക്ക് എത്തിയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. അമ്മ അവിടെ എത്തിയതിനെ പറ്റി ഞാൻ അവിടെ അന്വേഷിച്ചിരുന്നെന്നും ആർക്കും അതിനെപ്പറ്റി കൂടുതൽ അറിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു ജാനകിയെ. അപ്പോൾ ഡോക്ടറെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് മേരിയമ്മ പറയുമ്പോൾ അതിനല്ലേ മേരിയമ്മ അകത്തേക്ക് വിളിച്ചത്. തമ്പി എന്ന ആളെ പറ്റി രാധാമണിയോട് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. പഴയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ തമ്പിയെപ്പറ്റി പറയുമ്പോഴേ രാധാമണിക്ക് ഒരു ഞെട്ടൽ പോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് മേരിയമ്മ പറഞ്ഞു. അപ്പോൾ വലിയൊരു മാറ്റത്തിനുള്ളൊരു തുടക്കം അല്ലെങ്കിൽ ഒരു സിഗ്നലാണോ അത്? അയാൾ ഓർഫണേജിൽ വന്നതിന് ശേഷമാണ് രാധാമണിക്ക് മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ശരിയാണ്. തമ്പിയെ വീണ്ടും രാധാമണി കണ്ടാൽ അതൊരു ഷോക്ക് ആവത്തില്ലേ ഡോക്ടർ എന്ന് രാധാമണി ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇന്ന് ആലോചിക്കുക. അയാളിപ്പോൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു കേട്ടോ. അതുമാത്രമല്ല ഇക്കാര്യത്തിൽ അയാളെ ആശ്രയിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അയാൾ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണല്ലോ എന്നിങ്ങനെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വേണ്ട ഡോക്ടർ, അതൊന്നും വേണ്ട. ഈ ഒരു വിഷയം ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ചതാ. അയാളുടെ പഴയ രൂപത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അമ്മ ഈ ഒരു അവസ്ഥയിൽ അയാൾ കാണാൻ പാടില്ല എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അയാൾ എവിടെ എങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നു. പിന്നെ അമ്മയെപ്പറ്റി എന്തെങ്കിലും ഒരു അറിവ് അയാൾക്ക് കിട്ടിയാൽ അമ്മയുടെ ജീവന് തന്നെ അത് ഭീഷണിയാകുമെന്നുള്ള കാര്യങ്ങളും തമ്പി ഇങ്ങനെ പറയുക കേട്ടോ. തമ്പിയെപ്പറ്റി പറയാ ഈ നമ്മുടെ അപർണ. സത്യം പറഞ്ഞാൽ ഡോക്ടറുടെ സേവനത്തിന് വേണ്ടി മാത്രമല്ല, ആ മനുഷ്യൻ്റെ കണ്ണിൽ അമ്മ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരത്തേക്ക് വന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജാനകി പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ തുടരാമെന്നും തമ്പിയുടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് ജാനകി അമ്മയെ കാണിക്കണമെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ തമ്പിയെ ഉപയോഗിച്ച് തന്നെ രാധാമണിയെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് റിയാക്ഷൻ എന്ന് നമുക്കറിയാമല്ലോ എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞതൊക്കെ ഞാനെനിക്ക് ഓക്കെ സമ്മതിച്ചു, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എഴുതി ഇതൊക്കെ സെറ്റാക്കി പറഞ്ഞു വിടും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അബിയുടെ കോൾ വന്നു. ഹലോ അബിയേട്ടാ, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. നീ ഓഫീസിലാണോ എന്ന് ചോദിക്കുമ്പം ഞാനോ? അല്ല ഏട്ടാ, ഏട്ടൻ പറഞ്ഞോ. എടാ, തമ്പി ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കാതെ മോളുടെ വാക്കും കേട്ട് ജാനകിയുടെ പിന്നാലെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? അവൾ ഇരിക്കാൻ പറഞ്ഞേ ഇരിക്കും, ഓടാൻ പറഞ്ഞാൽ അയാൾ ഓടും. എടാ, നമുക്ക് തമ്പിയെ പിടിച്ചു നിർത്തണം. ഞാനൊരു കുരുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ തമ്പിയെ വിളിച്ച് ഞാൻ പറയുന്നത് പോലെ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. അത് കേട്ടാലേ തമ്പി അവൻ്റെ വഴിക്ക് പൊയ്ക്കോളും എന്ന കാര്യം പറയാം. ജാനകിക്ക് സ്വസ്ഥതയും കിട്ടുമെന്നിങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഏട്ടനൊന്ന് പറഞ്ഞാൽ മതി. തമ്പി ഏറി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റേട്ടാ
കൂടെ തമ്പിക്കിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ല ഏട്ടാ, ഏറ്റവും ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറഞ്ഞു അമൽ. ഈ സമയത്ത് നമ്മുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏറ്റു, കുറച്ച് എരിവും പുളിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് വേണേൽ കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പം ശരിക്കും ഏട്ടാ അങ്ങനെ ഒരാളുണ്ടോ? എടാ അങ്ങനെയൊന്നും ആരും ഇല്ലടാ, ഇത് തമ്പിയെ വഴി തിരിച്ചു വിടാനുള്ള ഒരു നമ്പർ അല്ലേടാ എന്നിങ്ങനെ പറയുമ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കുന്നില്ല, കയ്യോടെ അങ്ങ് വിളിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ നീ വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് അമൽ ആ തമ്പിക്കിട്ട് പണി കൊടുക്കാനായിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഫോൺ എടുത്ത് തമ്പിയെ വിളിക്കാം. അപ്പോൾ എടുത്ത് ഹലോ എന്ന് പറഞ്ഞ് തമ്പി ഇങ്ങനെ വെച്ചപ്പോൾ എന്താ നിങ്ങളെ രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ അല്ല വളരെ മോശമായി പോയി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നീ എന്താടാ ഇങ്ങനെ കാര്യം പറയടാ, അല്ല അങ്കിളിൻ്റെ പ്രവൃത്തി എനിക്ക് അങ്ങ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്നൊക്കെ അമൽ പറഞ്ഞു. നീ കാര്യം പറ മോനെ, അങ്കിള് പറഞ്ഞയച്ചതാണെന്നും പറഞ്ഞ് ഒരാൾ കമ്പനിയിൽ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ല അങ്കിളിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്കിളിൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. എടാ മോനെ ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ലേടാ, വന്നവൻ കള്ളവാ പറഞ്ഞത്. ആരാടാ അവൻ? അല്ല അവനെ കണ്ടാലേ അറിയാം താനേ ഗുണ്ടയാണെന്ന്. ഒത്ത ഉയരവും തടിയൊക്കെ ഉണ്ട്, പിന്നെ കഴുത്തിൽ പുലിനഖത്തിൻ്റെ ഒരു മാലയുണ്ട്, പിന്നെ കൈത്തണ്ടയിലും ഉണ്ട് പല നിറത്തിലുള്ള ചരടൊക്കെ. എന്നാലും കാഴ്ചയിൽ യോഗ്യരാ കേട്ടോ, പിന്നെ കാണാനും വലിയ തെറ്റൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പെരുമാറ്റം ഗുണ്ടയുടേതാണെന്ന് പറഞ്ഞു. എടാ നീ അവനെ തടഞ്ഞു വെക്കുക, ഞാൻ സേനെ വിളിക്കാടാ, അവനെ വിടരുത്, അവനെ എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അല്ല അങ്കിൾ എന്താ ഈ പറയുന്നത്, ജോലി ചോദിച്ചു വന്നാൽ പോലീസ് പിടിപ്പിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു അമൽ. അല്ല കമ്പനിയിൽ ഒഴിവില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. തമ്പി ഒന്നും മിണ്ടുന്നില്ല. പിന്നെ വീണ്ടും കാണേണ്ടി വരുമെന്നും പറഞ്ഞിട്ടാവും പോയത്. അതാ എനിക്ക് അങ്ങ് രസിക്കാത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് അവൻ്റെ പേരവൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നീ ചോദിച്ചില്ലേ? ആ പേരൊക്കെ അവൻ പറഞ്ഞല്ലോ, പേര് വിശ്വൻ എന്നാ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും തമ്പിയുടെ പായ അടഞ്ഞു. അപ്പോൾ സോറി അങ്കിള് പറഞ്ഞു അയച്ചതല്ലെങ്കിൽ അങ്കിൾ അതങ്ങ് വിട്ടേക്കെ, ഓക്കെ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ ഫോണും അങ്ങ് കട്ട് ചെയ്തു. ഹലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഹലോ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കൊടുക്കാനുള്ള കൊടുത്തിട്ട് നമ്മുടെ അമൽ അങ്ങ് പോയി. അപ്പം ഇത് കയ്യോട് അബിയേട്ടനെ വിളിച്ച് പറയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമൽ ഫോൺ എടുത്ത് അബിയെ വിളിക്കുന്നു. ഈ സമയത്ത് പറന്നടിച്ച് നമ്മുടെ തമ്പി പോവുക. പിന്നെ കാണിക്കുന്നത് പൊന്നുകുട്ടിയും നിരഞ്ജനയും കൂടെ ജാനകിയുള്ള വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അമ്മമ്മ എവിടെയാണ് അമ്മയെന്ന് ചോദിച്ചു കേട്ടോ പൊന്നുകുട്ടി. പിന്നെ അമ്മമ്മ അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മമ്മയെ കാണാൻ ഓടി അകത്തേക്ക് കയറി ചെല്ലും നമ്മുടെ പൊന്നു. അപ്പോൾ അമ്മ അവിടെ ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. അപ്പോഴാണ് നിരഞ്ജനയൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷം. നിരഞ്ജന ഇങ്ങനെ നോക്കും അമ്മയെ ഭയങ്കര ഇതായിട്ട്. അപ്പോൾ ജാനകി പറഞ്ഞു ഇതാണ് എൻ്റെ അമ്മ എന്ന്. അപ്പോൾ കുഞ്ഞിനെ കണ്ടപ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നു. ദേ അമ്മയുടെ ഒരു ഷേപ്പ് പോയിടത്തേക്ക് ഉണ്ട് അല്ല മേരിയമ്മയെന്ന് നിരഞ്ജന. രാധാമണി ഒരുപാട് മാറിപ്പോയി മോളെ, ചെറുപ്പത്തിലേ ഒന്ന് കാണുമായിരുന്നു, നോക്കി നിന്ന് പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മേരിയമ്മ പറയാം. എന്നിട്ട് ഈ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മുടെ നിരഞ്ജന ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.